സ്ഥിരമായി തലയിൽ ഷാമ്പു ഉപയോഗിച്ച് കഴുകുന്നവരാണോ? എങ്കിൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് മറക്കരുതേ. പണ്ടുള്ള ആൾക്കാർ സ്ഥിരമായിട്ട് ഷാമ്പൂസിന് പകരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന താളികളാണ് ചെമ്പരത്തിയും പാടത്താളിയും. അപ്പോൾ ഈ പാടത്താളി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ കാണും. അതുപോലെ തന്നെ കല്ല് അടുക്ക്, അതുപോലെ വേലിപ്പടർപ്പ്, അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഇത് ധാരാളമായിട്ട് കാണും കേട്ടോ. ഇത് ഹാർട്ട് ഷേപ്പിലാണ് കാണപ്പെടുന്നത്. തികച്ചും നമ്മളുടെ സ്കാൽപ്പ് നാച്ചുറൽ രീതിയിൽ തന്നെ വൃത്തിയാക്കുന്നതാണ് നല്ലത്. അതിന് ചെമ്പരത്തി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു സാധനം ഉപയോഗിച്ച് നമുക്ക് കഴുകാവുന്നതാണ്. ഞാൻ ഈ 2 രീതിയിലാണ് കൂടുതലായിട്ട് എൻ്റെ മുടി ഞാൻ കഴുകുന്നത്. അപ്പം കുറച്ച് ഇല കിട്ടിയിട്ടുണ്ട്, അത് നല്ലവണ്ണം ഒന്ന് കഴുകി 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്കിട്ട് നല്ലവണ്ണം ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ തിളപ്പിക്കാതെ തന്നെ വേണമെങ്കിൽ വേറൊരു രീതിയുണ്ട്. അതായത് ഈ ഇലയെല്ലാം നല്ലവണ്ണം കഴുകി ഒരു പാറക്കല്ലിലിട്ട് ഉരച്ച് അതിൻ്റെ നീരും അതുപോലെ തന്നെ ചെറിയ ചെറിയ കൊത്തെന്ന് പറയത്തില്ല നമ്മൾ, ഇലയുടെ അംശം അതൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ നമ്മൾ കുളിക്കുന്നതിന് തൊട്ട് മുൻപേ നല്ല രീതിയിൽ തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു രീതി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇത് നല്ലവണ്ണം തിളച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ വെള്ളം ഒന്ന് ചൂടാവുമ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറും കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഈ ഇല ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ബാക്കി ഇരുന്ന വെള്ളം കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണമെങ്കിൽ അരിച്ചെടുക്കാൻ ഞാൻ ഇപ്പം കൈ കൊണ്ടാണ് ഒന്ന് ഞെരടി അതിൻ്റെ വേസ്റ്റ്, അതായത് കൊത്തൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നത്. കൊത്തോടെ നിങ്ങൾക്ക് വേണമെങ്കിൽ തലയിൽ അപ്ലൈ ചെയ്ത് കഴുകി കളയാവുന്നതാണ്. പക്ഷേ കൊത്ത് കുറച്ച് പാടാണ് നമ്മുടെ തലയിൽ നിന്ന് ഇളകി പോകാൻ വേണ്ടിയിട്ട്. അത് മുടി ഉണങ്ങിയതിന് ശേഷം മാത്രമേ കൊഴിഞ്ഞു പോകത്തുള്ളൂ. അതുകൊണ്ട് അതെടുത്ത് കളയുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ കൊത്തൊക്കെ ഒന്നെടുത്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം കുറച്ചുകൂടെ വെള്ളം അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം തലയിൽ തേച്ച് കഴുകുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇലയാണ് അരച്ചിട്ട് തേക്കുന്നതെങ്കിൽ അപ്പോൾ തന്നെ അത് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അതൊരു ജെല്ലി ടൈപ്പായി പോകും കേട്ടോ. അപ്പോൾ ബാക്കി ഹെയർ റിലേറ്റഡ് ടിപ്സ് അറിയാൻ വേണ്ടിയിട്ട് ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ.